എറണാകുളത്തെ 5 വയസ്സുകാരന്റെ മരണത്തിൽ ലയൺസ് ജംഗിൾ പാർക്കിനെതിരായ പ്രതിഷേധങ്ങളിൽ തലയൂരാൻ തീവ്ര ശ്രമവുമായി കിഴക്കമ്പലം പഞ്ചായത്ത്. വിഷയം ചർച്ച ചെയ്യാൻ പഞ്ചായത്ത് ഭരണസമിതി ഇന്ന് അടിയന്തര യോഗം ചേരും. പാർക്കിന്റെ അനധികൃത പ്രവർത്തനം 2020 ഭരണസമിതിയുടെ ഒത്താശയോടെയാണെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണമുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പാർക്കിൽ വിനോദയാത്രയ്ക്കെത്തിയ 5 വയസ്സുകാരൻ മുഹമ്മദ് ആദം മുങ്ങി മരിച്ചത്. റാംഷാ CP കൂടുതൽ വിവരങ്ങൾ നൽകും. റാംഷാ, ഗുഡ് മോർണിംഗ്. ഈ ലൈസൻസ് പോലും ഇല്ലാതെ ഇത്ര നാൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പാർക്കിന് പ്രവർത്തിക്കാൻ സാധിച്ചത്? ഈ 5 വയസ്സുകാരന്റെ മരണത്തിന്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും? NDAയുടെ സഖ്യകക്ഷിയായ 2020 പാർട്ടിക്ക് ഈ ഒരു നിയമവിരുദ്ധ പ്രവൃത്തിയിൽ എന്ത് പങ്കാണുള്ളത്? ഇനിയെങ്കിലും എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകുമോ? റാംഷാ. ഗുഡ് മോർണിംഗ് റോഷ്നി ഷിഹാസ്. ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. 2020യുമായി ഈ പാർക്കിന്റെ ഉടമസ്ഥർക്ക് എന്താണ് ബന്ധം എന്നതാണ് ആകെ ഉയർന്നു വരുന്നുകൊണ്ടിരിക്കുന്ന ചോദ്യം. ഇവരുമായി ഈ പാർക്കിന്റെ അധികാരികൾക്ക് അടുത്ത ബന്ധമുണ്ട്, 2020 ആയി അടുത്ത ബന്ധമുണ്ട് എന്ന ആരോപണം ഉയർന്നു വന്നതോടുകൂടി 2020 ഭരിക്കുന്ന കിഴക്കമ്പലം പഞ്ചായത്തിന്റെ ഭരണസമിതി പ്രതിരോധത്തിലാവുകയായിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ പഞ്ചായത്ത് പ്രസിഡന്റ് മാധ്യമങ്ങളെ കാണാൻ തയ്യാറായത്. ആ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് പഞ്ചായത്ത് സെക്രട്ടറിയാണ് ഇതിനെല്ലാം ഉത്തരവാദി. ഈ പാർക്കിന്റെ അധികാരികൾ പഞ്ചായത്തിനെ സമീപിച്ചിരുന്നു. അപ്പോൾ പാർക്കിന് ലൈസൻസ് വേണ്ടതില്ല എന്ന് പറഞ്ഞ് പഞ്ചായത്ത് സെക്രട്ടറി അവരെ മടക്കി അയച്ചു എന്ന മറുപടിയാണ് നൽകിയത് എന്ന ആരോപണമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉന്നയിച്ചത്. എന്നാൽ അതിന് തൊട്ടുപിറകെ പഞ്ചായത്ത് സെക്രട്ടറി വന്ന് മാധ്യമങ്ങളെ കാണുകയുണ്ടായി. ഈ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചു. ആ നിലയിൽ പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്തിന്റെ ഭരണസമിതിയിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളും ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ഇരുഭാഗത്തുമായി നിന്നുകൊണ്ടുള്ള തർക്കങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ പോവുകയാണ്. അതിനിടയിലാണ് ഇന്ന് ഇതേ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രത്യേക ഭരണസമിതി യോഗം ഇന്ന് വൈകുന്നേരം 3:30 വിളിച്ചു ചേർത്തിട്ടുള്ളത്. എന്തായാലും ആ ഭരണസമിതി യോഗത്തിൽ ഇക്കാര്യങ്ങളെല്ലാം വിശദമായി ചർച്ചയാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 7 അംഗങ്ങളാണ് പ്രതിപക്ഷത്തിന് അവിടെയുള്ളത്. അതിൽ 4 പേർ കോൺഗ്രസിന്റെ അംഗങ്ങളാണ്, UDFന്റെ അംഗങ്ങളാണ്, 3 പേർ ഇടതുപക്ഷ അംഗങ്ങളാണ്. ഇവർ എന്ത് നിലപാട് ഈ യോഗത്തിൽ സ്വീകരിക്കും എന്ന കാര്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും 2020ക്ക് ഇതുമായി ബന്ധപ്പെട്ട് മറുപടി പറയേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഈ പാർക്കിന്റെ ഉടമകളെ സംരക്ഷിക്കുന്ന നിലപാട് ഭരണസമിതി സ്വീകരിച്ചു എന്ന സംശയം ഉയർന്നു വരികയാണ്. ആ നിലയിലുള്ള ചർച്ചകളും നാട്ടിനകത്ത് ഉയർന്നു വരുമ്പോൾ ഭരണസമിതി തീർച്ചയായിട്ടും 2020 തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടതായി വരും. അങ്ങനെയാണ് ഇന്നലെ 2020യുടെ സംസ്ഥാന പ്രസിഡന്റ് സാബു MJ തന്നെ ഒരു പ്രസ്താവന ഇറക്കിയത്. സെക്രട്ടറിക്കെതിരെ നടപടിയെടുക്കണം എന്നതാണ്. സെക്രട്ടറിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്ന ഒരു പ്രസ്താവനയാണ് 2020 ഇറക്കിയത്. ഈ നിലയിൽ പഞ്ചായത്തിന്റെ സെക്രട്ടറിയുടെ തലയിൽ ഇതെല്ലാം കെട്ടിവെച്ച് രക്ഷപ്പെടുന്നതിനുള്ള ശ്രമമാണ് പഞ്ചായത്ത് ഭരണസമിതി 2020 നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥർക്കും ഭരണസമിതിക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഒരു 5 വയസ്സുള്ള കുഞ്ഞിന്റെ മരണം സംഭവിച്ച കേസാണ്. ഇവർ മറുപടി പറഞ്ഞേ മതിയാകും.